ഓക്കെ ഗായ്സ്, ഐ ആം ഹൾക്ക്. ഓക്കെ ഗായ്സ്, ഞാനാണ് കേട്ടോ ഹൾക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷേ ഗായ്സ്, ഞാൻ ഹൾക്കാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എന്തായാലും 10ൻ്റെ പൈസ ഇല്ല ഗൈസ്. ഓക്കെ, 10ൻ്റെ പൈസ പോട്ട് മര്യാദയ്ക്ക് ഒരു കാർ പോലും ഇല്ല ഗൈസ്. ഓക്കെ, കാറും കൂടെ പോട്ട് ഒരു വീട് പോലും എനിക്കില്ല ഗൈസ്. ഓക്കെ, ഇത് കണ്ടവൻ്റെ വീട് കണക്കാണ് കേട്ടാ, ഇത് എൻ്റെ സ്വന്തം വീടൊന്നുമല്ല ഗൈസ്. ഓക്കെ, ഇത് വേറെ അവൻ്റെയോ വീട് കണക്കാണ് കേട്ടാ. ഞാൻ എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാത്തിനും അടിച്ചെന്നാലും ഓട്ടിച്ചു വിട്ടു ഗൈസ്. ഓക്കെ, എന്നിട്ട് ഈ വീട് നൈസായിട്ട് ഞാൻ അങ്ങ് സ്വന്തമാക്കി ഗൈസ്. ഓക്കെ, ഈ വീട്ടിലുള്ള കാറുകളൊക്കെ വേറെ ഏതോ നമ്മളെപ്പോലത്തെ കള്ളന്മാരൊന്നും അടിച്ചോണ്ട് കേട്ടാ. എന്ത് ചെയ്യാനല്ലേ ഗൈസ്, കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസ ഇല്ല ഗൈസ്. ഓക്കെ, ഞാൻ പിന്നെ ഒരു ബാങ്കൊക്കെ റോബ് ചെയ്യാൻ വിചാരിച്ചാണ് ഗൈസ്. ഓക്കെ, പക്ഷേ ബാങ്ക് റോബ് ചെയ്തിട്ടും കാര്യമില്ല, ബാങ്കിലൊന്നും പൈസ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ ബാങ്കുകളും മറ്റേ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ആ ഫ്രാങ്ക്ലിന് കണക്ക് എന്തായാലും റോബ് ചെയ്ത് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സിറ്റിയിലുള്ള ഒരു ബാങ്കിലും പൈസ ഇല്ല ഗൈസ്. ഓക്കെ, മൊത്തമാകെ ദരിദ്രനായി കിടക്കുകയാണ് ഗൈസ് ഞാനൊക്കെ. എന്ത് ചെയ്യാനല്ലേ ഗൈസ്, എനിക്കും ആരുമില്ല ഗൈസ്. ഓക്കെ, ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടാണ് ഇരിക്കണത് എന്തായാലും. ഓക്കെ, ആ ഒറ്റപ്പെടലായാലും ഒരു കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പൈസ മതി ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പം കുറേ ആൾക്കാരോട് താമസിച്ച വീടാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഈ വീട് തട്ടിയെടുത്തില്ല, അതേപോലെ എനിക്ക് കുറച്ച് പൈസയും കൂടെ ഒപ്പിക്കണം ഗൈസ്. ഓക്കെ, ഇത് പിന്നെ നൈസ് വീടാണ് കേട്ടാ, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. ഓക്കെ, പൊളി വീടാണ്. ഓക്കെ, കണ്ട കിടിലൻ വീടാണ് കേട്ടോ. ഞാൻ ഈസി ആയിട്ടുണ്ട്, ചാടി ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. എനിക്ക് കണ്ട സൂപ്പർ പവേഴ്സൊക്കെ ഉണ്ടായിട്ട് കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ. ഓക്കെ, അതെല്ലാം വെപ്പൺസും ഇല്ലായിരുന്നു. ഓക്കെ, വെപ്പൺസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറേ നാട് തണ്ടി വെപ്പൺസൊക്കെ വെച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പൈസയൊക്കെ തട്ടിയെടുക്കായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ആലോചിക്കണത് എന്തെന്ന് വെച്ചാലില്ലേ, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, പൈസ ഉണ്ടാക്കാൻ ഒരേ വഴിയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സിറ്റിയിലില്ലേ, ഓക്കെ, നമ്മുടെ സിറ്റിയിൽ നമുക്ക് 3 ബില്യണയറുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടാ. ആ 3 ബില്യണയറിൻ്റെ കയ്യിൽ എന്തായാലും 3 അടിപൊളി സൂപ്പർ കാറ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ള ഈ സൈക്കിളാണ് കേട്ടോ, ഇത് ഞാൻ വഴിയിൽ നിന്ന് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് ആ 3 കാർ അങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ, അതിലേതെങ്കിലും ഒരു കാർ നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കാറില്ല ഗൈസ്. ഓക്കെ, ഉള്ളത് ഈ ഒരു സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനുകളൊക്കെ പറഞ്ഞാൽ അവിടെ വില്ലേജിലാണ് കേട്ടോ. വില്ലേജിലുള്ള ഏതൊരുത്ത എന്തായാലും ഒരു കാറുകളൊക്കെ വാങ്ങി കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകും. ഇതെന്താണല്ലേ, ഈ സൈക്കിൾ കൊള്ളൂല ഗൈസ്. ഒക്കെ എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ, നമുക്കിത് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കാം ഗൈസ്. ഓക്കെ, ഈ സൈക്കിളാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ കറങ്ങി നടക്കണമെന്ന് വിചാരിക്കാം, അത് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കുക ആ സൈക്കിളൊക്കെ. ഇറങ്ങണം അങ്ങോട്ട്, ഈ വണ്ടി ഇനിയിപ്പോൾ എൻ്റെ സ്വന്തം. എടാ, നീ എന്നെ തടിയാന്ന് വിളിച്ചല്ലേ? അയ്യോ ചേട്ടാ, സോറി ചേട്ടാ, എന്റെ വണ്ടി തരോ പ്ലീസ് ചേട്ടാ, എന്റെ വണ്ടി താ. ഒന്ന് പോടാണെന്ന്. അയ്യോ ചേട്ടാ പ്ലീസ് ചേട്ടാ, വണ്ടി താ. അത് എന്റെ വണ്ടിയല്ല, എന്റെ അച്ഛന്റെ വണ്ടിയാണ്. നിന്റെ അച്ഛൻ്റെ വണ്ടിയാണ്, നീ നിന്റെ അച്ഛൻ്റെ ഒന്ന് കുറച്ച് പൈസ അടിച്ചു പറ്റി അങ്ങേരിക്കും ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അല്ല പിന്നെ അവൻ എന്നെ തടിയാന്ന് വിളിച്ചത്, അവനാണ് ഞാൻ വണ്ടി അടിച്ചാൽ മെയിൻ കാരണം. ഓക്കെ, ആ കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും വില്ലേജിൽ പോകാം ഗൈസ്, എന്നിട്ട് ഫസ്റ്റ് വണ്ടി അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും വില്ലേജിൽ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്, ഇതിനങ്ങ് നൈസായിട്ട് അങ്ങ് നശിപ്പിച്ചാളാം ഗൈസ്. ഓക്കെ, ഇത് കണ്ടവൻ്റെ കാറാണ്. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ ഈ ഒരു വില്ലേജ് മൊത്തം അരിച്ചുറക്കാം കേട്ടാ. ഈ വില്ലേജിലുള്ള ഏതോരത്തെ എന്തായാലും പുതിയൊരു കാറുകളൊക്കെ വാങ്ങിച്ചേട്ടാ, ഒരു സൂപ്പർ കാർ. ഓക്കെ, ഏത് കാറാണെന്ന് എനിക്കറിയണ്ട ഗൈസ്, എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടാ. ഇപ്പോഴത്തെ ചില ആൾക്കാരൊക്കെ വീടിൻ്റെ റൂഫിൽ വരെ കാർ വയ്ക്കാൻ തുടങ്ങി ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വെള്ളമൊക്കെ ഫുള്ളായിട്ട് എന്തായാലും അരിച്ചുറക്കാം കേട്ടാ. ചിലവരൊക്കെ എന്തായാലും വീടിൻ്റെ മുകളിൽ വരെ എന്തായാലും കാറുകൊണ്ട് വയ്ക്കാൻ ചാൻസ്. അതെന്താണ് ഗൈസ്, ഞാൻ അവിടെ എന്തോ കാറുള്ള സാധനം കണ്ടല്ലോ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ ശരിയാണ് കേട്ടാ. ഇത് കണ്ടാ, ഒരുത്തനാണെങ്കിൽ ഒരുത്തൻ്റെ വീടിൻ്റെ മുകളിൽ എന്തായാലും കാറുകൊണ്ട് വെച്ചേക്കാണ്. ഓക്കെ, ഇത് ഏതാ കാറ്? ഓ, ഇത് മറ്റേ BMW-ൻ്റെ M3 അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ നൈസർ ഈ വണ്ടി അടിച്ചു വരാം കേട്ടാ. പക്ഷേ എൻ്റെ പൊന്നെ, ഈ വണ്ടി കാണാൻ നല്ല പൊളി ലുക്കായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും ഈ വണ്ടി നൈസർ അങ്ങ് അടിച്ചു വരാം, എന്നിട്ട് ഇതുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകാം കൈസ്. ഓക്കെ, പക്ഷേ എൻ്റെ പൊന്നെ പതുക്കെ നടക്കാൻ കൈസ്. ഓക്കെ, എൻ്റെ മോനെ ആ വണ്ടി ഇതാണ്ട് നേരെ താഴെ വേണം. ഓക്കെ, ആ കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി നേരെ എന്തായാലും എടുക്കാം കേസ്. ഓക്കെ, പക്ഷേ എൻ്റെ പൊന്നടാവേ, ഞാൻ മിക്കവാറും ആ വണ്ടി അടിച്ച് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. എൻ്റെ മോനെ പതുക്കെയൊക്കെ യൂസ് ചെയ്യാൻ ശക്തികളൊക്കെ ഭയങ്കര പവർഫുൾ ശക്തികളാണ് കേസ് എനിക്കുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് ഈ ഒരു BMW എടുത്തുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകാം കേസ്. അതുകൊണ്ട് ഈ ഒരു വണ്ടി നമുക്ക് സേഫായിട്ട് അവിടെ പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പോകാം. ഗൈസ്, ഈ വണ്ടിക്ക് നല്ല സ്പീഡ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. അത് മാത്രമല്ല ഗൈസ്, നല്ല കൺട്രോൾ എന്തായാലും ഉണ്ട് കേട്ടാ. എനിക്ക് പറ്റിയൊരു വണ്ടിയല്ല ഗൈസ് പക്ഷേ ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ പേഴ്സണലായിട്ട് എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു SUV പോലത്തെ ഉള്ള വണ്ടി എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ എൻ്റെ സൈസ് ഇത്തിരി വലുതാണ് ഗൈസ്. ഓക്കെ, എനിക്ക് ഇത്തിരി സൈസ് കൂടുതലാണ് ഗൈസ്. ഒക്കെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഞാനാണ് ഹൾക്ക്, ഐ ആം ദി സൂപ്പർ ഹീറോ. അത് മാത്രമല്ല ഈ വണ്ടി നൈസ് വണ്ടിയാണ് കേട്ടാ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഇത് പിന്നെ നൈസ് ഒരു BMW ആണ് കേട്ടാ.
നമുക്കപ്പോൾ എന്തായാലും ഈ വണ്ടി എല്ലാം കൂടെ എന്തായാലും നേരെ നമുക്ക് എന്തായാലും നമ്മുടെ കാർ ഗ്യാരേജിൽ കൊണ്ട് എന്തായാലും സേഫായിട്ട് എന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, പോലീസുകാരന്മാരൊന്നും വരില്ല ഗൈസ്. ഓക്കെ, പോലീസുകാരന്മാർക്കൊക്കെ നമ്മളെ ഭയങ്കര പേടിയാണ് ഗൈസ്. ഓക്കെ, അത് മാത്രമല്ല അവന്മാരെ നമ്മൾ അടുത്തോലും വരൂല ഗൈസ്, അത്രയ്ക്ക് പേടിയാണ് ഗൈസ് അവന്മാർക്ക്. ഓക്കെ, എന്തായാലും പോലീസുകാരന്മാർ വന്നാലും അവന്മാരെ അടുത്തിട്ട് ഇടിക്കും ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ല നൈസായിട്ട് എന്തായാലും അടുത്ത വണ്ടി അടിച്ചു വരാൻ പോകാം കേട്ടോ. അടുത്ത വണ്ടി പിന്നെ ഉള്ളത് നമ്മുടെ അടുത്തൻ്റെ കയ്യിൽ തന്നെയാണ് കേസ്. ഓക്കെ, വേറെ ആരല്ല, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലാണ് കേസ് അടുത്ത വണ്ടി എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഏറ്റവും പുതിയതായിട്ടൊരു കിടുക്കാച്ച് കാറുകളൊക്കെ വാങ്ങിച്ചേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോകാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ആ കാർ നൈസായിട്ട് അങ്ങ് അടിച്ചോട്ടെ കേസ്, ഫ്രാങ്ക്ലിൻ്റെ കാർ. ഓക്കെ, അവൻ പുതിയതായിട്ടൊരു കാർ വാങ്ങിച്ചതാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിപ്പോൾ നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടെന്ന് വെച്ചാൽ കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നടാവേ നമ്മൾ ചാടി ഇത്തിരി കൂടിപ്പോയി കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഇതാണോ ഇനി ഫ്രാങ്ക്ലിൻ വാങ്ങിച്ച പുതിയ കാറ്? അയ്യോ ഇതെന്താണ് കേസ്, എനിക്ക് സ്വിമ്മിംഗ് പൂളൊന്നും പോകാൻ പറ്റണില്ലല്ലോ, ഒന്ന് ഇറങ്ങങ്ങോട്ട്. ഓഫ്, ഇതെന്താണ് എനിക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റണില്ലല്ലോ. ഷേ, ഇതെന്ത് കഷ്ടമാണ്. ഛേ, ഞാൻ അവിടെ കുടുങ്ങിപ്പോയല്ലോ. കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ എങ്ങനെയൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ മോനെ ഫ്രാങ്ക്ലിൻ്റെ കാറുണ്ട്, GTR ആണ്, GTR. ഓക്കെ, നിസാൻ GTR. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഇവിടെ ഇല്ലെന്ന് തോന്നേ. ഈ വണ്ടി ലോക്കാണോ എന്തോ. ഓക്കെ, ഇല്ല കേസ്, ഈ വണ്ടി ലോക്കല്ലോ. ഓക്കെ, അവൻ ലോക്ക് ചെയ്തില്ല. ഓക്കെ, അവൻ പിന്നെ ഒരു പൊട്ടൻ തന്നെ. ഓക്കെ, അവൻ ഏതെങ്കിലും ഒരു വണ്ടി എടുത്താൽ അവൻ ലോക്ക് ചെയ്യില്ല. ഓക്കെ, ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ വണ്ടിയിലും നമ്മൾ ലോക്ക് എന്നൊക്കെ എന്തായാലും ഇല്ലായിരുന്നു. ഓക്കെ, നമ്മൾ അടിച്ചോറ്റ BMW ഇല്ല, അതിൽ ലോക്കില്ലായിരുന്നു. ഏതവനാണ് എൻ്റെ വണ്ടി അടിച്ചുകൊണ്ടിരിക്കണേ? ആരുടെ എൻ്റെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി അടിച്ചുകൊണ്ടിരിക്കണ്ടേ? ഫ്രാങ്ക്ലിൻ്റെ വണ്ടി അടിച്ചുകൊണ്ടിരിക്കൊണ്ട് അത്രയ്ക്ക് ധൈര്യം നിനക്കൊക്കെ? എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നെ തിരുക്കി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നാലും വണ്ടി കിട്ടാൻ പോണില്ല. അഥവാ നീന്ന് വന്നാൽ നിന്നെ അടിച്ച് പരത്തും കേട്ടാ. ദൈവമേ, ഫ്രാങ്ക്ലിൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്സ്. ഓക്കെ, നമ്മളാണെങ്കിൽ അവസാനത്തെ കാർ അടിച്ചോറ്റാൻ പോകുമ്പോൾ അവൻ എങ്ങാനും നമ്മളെപ്പോലെ അടിച്ചോറ്റിക്കൊണ്ട് പോയാലോ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വണ്ടി കുറച്ച് കയറ്റിയിടാൻ കേസ്. ഓക്കെ, ഈ വണ്ടി നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് സൈഡിലോട്ട് എന്നാലും കയറ്റിയിടാൻ കേസ്. ഓക്കെ, എൻ്റെ ചെറിയൊരു ഭാഗം തട്ടിയത് കേസ്, വണ്ടി പൊടിഞ്ഞു പോകും കേസ്. ഓക്കെ, ദൈവമേ ഈ വണ്ടിയൊന്നും പൊളിയാൻ പാടില്ല. ഓക്കെ, ഇതിൽ ഏത് കാറ് പേഴ്സണലായിട്ട് എടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേട്ടാ. എനിക്ക് സത്യം പറയാൻ GTR ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇല്ല ആ കാറ് വല്ലതും പേഴ്സണലായിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇല്ല ഇപ്പം എന്തായാലും അടുത്ത ലൊക്കേഷനിലോട്ട് പോകട്ടെ. അടുത്ത ലൊക്കേഷൻ ഇച്ചിരി ദൂരമുണ്ട്, എൻ്റെ സൈക്കിൾ താണ്ട് അവിടെ കിടക്കണം. ഓക്കെ, നമുക്കിത് എടുത്തുകൊണ്ട് തന്നെ പോകാം കേസ്. ഓക്കെ, ഇനി റോട്ടിൽ നിന്ന് വേറെ വണ്ടി അടിച്ചാൽ വയ്യ കേസ്. ഓക്കെ, എല്ലാം എണ്ണ ചീത്ത വിളിച്ച് ഓടിക്കും കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ല നേരെ നമ്മുടെ ഈ ഒരു സൈക്കിളും കൊണ്ട് എന്തായാലും പോവാം. അടുത്ത ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ ജുറാസിക് പാർക്ക് ആ സൈഡിലായിട്ടൊക്കെയാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ജുറാസിക് പാർക്ക് ഈ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. പക്ഷെ എനിക്കിവിടെ ഒരു കാറ് കാണാല്ല. എൻ്റെ മോനെ ഇതെന്താണ്? എൻ്റെ മോനെ ഇതാണ് ഈ കാറ്. എൻ്റെ മോനെ അവിടെ നിന്ന് ട്രെയിൻ വരെയാണ്. ഓക്കെ, ആ ട്രെയിൻ എങ്ങാനും ഇടിച്ച് ഈ കാർ നശിച്ചു കേസ്. ഓക്കെ, ഇത് നൈസ് കാറാണ് കേട്ടാ. എന്നാൽ ഈ കാറിൻ്റെ ഓണർ ഒരു പൊട്ടൻ തന്നെ കേസ്. ഓക്കെ, ഇത്രയും നല്ലൊരു കാറ് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടാ. നമ്മൾ പേടിച്ചോലൊന്നും സംഭവിച്ചില്ല കേട്ടാ. ഈ ട്രെയിനാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിയപ്പോൾ തന്നെ നിന്ന് കേസ്. ഓക്കെ, ജസ്റ്റ് യൂസ് ചേട്ടാ, കുറച്ചുകൂടെ വന്നിരുന്ന ഈ വണ്ടി ഇടിച്ച് പപ്പടമൊക്കെ ആയിരുന്നു കേസ്. ഓക്കെ, എന്നാൽ ഈ വണ്ടിയുടെ ഓണർ പൊട്ടൻ തന്നെ കേട്ടാ. നടു റോട്ടിൽ അത് മാത്രമല്ല റെയിൽവേ ട്രാക്കിലും കൂടെയാണ് കൊണ്ടിട്ട വണ്ടി. ഓക്കെ, അയാൾക്ക് ഈ വണ്ടി വേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ആദ്യമേ തന്നെ എനിക്ക് തന്നോട്ടെ. ഓക്കെ, ആ ഒരു സൈക്കിളോടെ കിടന്നോട്ടെ, അത് നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ഈ കാർ മതി. ഇതാണ് നൈസ് എന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നൈസ് വണ്ടിയാണ് കേട്ടാ. എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിൻ അങ്ങനെ GTR കണ്ട് അടിച്ചുമാറ്റി കൊണ്ടുപോയത്. ഓക്കെ, അങ്ങനെ ഒരു വഴിയില്ല. ഓക്കെ, അങ്ങനെയെല്ലാം സംഭവിച്ചു. അവൻ്റെ വീടും അവൻ്റെ ഷിൻചാനും പിഞ്ചാനും ഗ്രാനിനെ ടൈഗറിനെ എല്ലാത്തിനെയും തിരിച്ചെടുത്തിട്ട് വലിച്ചടിച്ച് പൊട്ടിക്കും കേസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ആൾക്കാരാണെന്ന് അവൻ അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഗോൾഡൻ കാർ കൊണ്ട് പോകട്ടെ. നമുക്ക് ഈ കാറിന് ആ ഒരു BMW വിൽക്കാം കേസ്. ഓക്കെ, GTR നമുക്ക് അങ്ങ് എടുക്കാം കേട്ടാ. അതിന് മുമ്പേ കാറിൻ്റെ കളറൊന്ന് മാറ്റണം കേസ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ അങ്ങനെ പിടിക്കും. ഇതിപ്പോൾ ആരെ വീട്ടിലാണ് ഞാൻ കയറുന്നത്? ഇതെൻ്റെ വീടൊന്നല്ല കേസ്, ഇത് കണ്ടവൻ്റെ വീടാണ്. ഓക്കെ, അപ്പുറത്തുള്ളത് എൻ്റെ വീടല്ല. ഓക്കെ, അത് വേറെ ഏതെങ്കിലും വീടാണ്. ഓക്കെ, ഞാൻ പിന്നെ തട്ടിയെടുത്തതാണ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇല്ലേ നമ്മുടെ വീട്ടിലോട്ട് കയറാം കേസ്. ഓക്കെ, ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഗോൾഡൻ ഇതും കൂടെ കൊണ്ടെന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇല്ല ഇതിനെയും കൂടെ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യട്ടാ. നമുക്ക് ഈ കാർ ഇവിടെ ഇടാം. ഓക്കെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് നീക്കിയിടാം കേസ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ അങ്ങോട്ടെങ്കിലും കൊണ്ടിടാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും അല്ലേ ഈ ഒരു വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ നടുക്കിലോട്ട് എന്തായാലും കയറ്റിയിടാമെന്നാണ് ഞാൻ വിചാരിക്കണേന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇടാം കേസ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇടാം കേസ്. ഓക്കെ, അതാകുമ്പോൾ കുറച്ചുകൂടെ നൈസാണ്. ഓക്കെ, യെസ്, നമ്മളങ്ങനെ ഈ ഒരു ഇതാണ് ഫെറാറിയും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഫെറാറി കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. കിഡിലെ ഗോൾഡൻ കളർ. ഓക്കെ, തട്ടല്ലേ തട്ടിയ വണ്ടി പറന്നു പോകും കേസ്. ഓക്കെ,
എനിക്ക് അതിന് മാത്രം പവർ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അല്ലേ ഇത്രയും വണ്ടി ഇപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ എല്ലാം നമുക്ക് എന്തായാലും വിറ്റ് പൈസയൊക്കെ ഉള്ളതാണ് കേട്ടാ. നമുക്കിവിടെ ഉണ്ട് ഒരു GTR എന്നുള്ളതൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഈ ഒരു കാറാണ് ഞാൻ പേഴ്സണലായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ ഒന്ന് അടിച്ചായിട്ട്. ഓക്കെ, നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റണം കേട്ടോ. അതങ്ങ് പിന്നെ എപ്പോഴേലും മാറ്റാം കേസ്. ഓക്കെ, ഇത് നൈസ് വണ്ടിയാണ്. ഓക്കെ, എന്തായാലും ഇല്ലേ നമുക്ക് എന്തായാലും ഇല്ലേ ഈ ഒരു കാറിനെ എല്ലാം കൂടെ വെച്ച് നമുക്ക് എന്തായാലും കുറേ പരിപാടി ചെയ്യാണ്ട് കേട്ടാ. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളതായിട്ട് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവരും ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞാൻ വിളിച്ചതാ. വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.